മകരവിളക്കിന് ശേഷവും ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനം ഉള്ളത്. 20-ന് രാവിലെ പന്തളം കൊട്ടാരം രാജപ്രതിനിധി ദർശനം നടത്തുന്നതോടുകൂടി നട അടയ്ക്കും. മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്കിന് ശേഷമുള്ള ദിവസങ്ങളിലും സന്നിധാനത്ത് ഭക്തജന തിരക്കിൽ മാറ്റമൊന്നുമില്ല. എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ വലിയ തിരക്ക് കാണാം. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം രാവിലെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എല്ലാ ദിവസവും സന്നിധാനത്ത് തിരക്ക് എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത്, അതുപോലെ തന്നെയാണ് മകരവിളക്കിന് ശേഷമുള്ള ഈ 2 ദിവസങ്ങളിലും സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകളിലാണ് സന്നിധാനം. വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ട്, മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്ത്. ഇനി 4 ദിവസം 18-ാം പടിയിലേക്കുള്ള എഴുന്നള്ളത്തിന് ശേഷം 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്തിന്റെ അവസാനം നായാട്ടുവിളി. ഇങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു. ഭഗവാന്റെ വിവിധ രൂപത്തിലുള്ള ഭാവങ്ങളാണ് എല്ലാ ദിവസവും മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടിൽ വരയ്ക്കുന്നത്. വില്ലാളി വീരനായും ബാലകനുമായൊക്കെയുള്ള ഭഗവാന്റെ വിവിധ രൂപങ്ങൾ കളമെഴുത്തും പാട്ടിൽ 5 ദിവസങ്ങളിലായി വരയ്ക്കുന്നു. അതിനുശേഷം 18-ാം പടിയിലേക്ക് എഴുന്നള്ളത്ത് എല്ലാ ദിവസവും നടക്കുന്നു. 4 ദിവസം 18-ാം പടിയിലേക്ക് മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാൻ എഴുന്നള്ളുമ്പോൾ 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കുന്നു. എഴുന്നള്ളത്തിന് ശേഷം നായാട്ട് വിളിയോടുകൂടി തിരികെ മണിമണ്ഡപത്തിലേക്ക് എഴുന്നള്ളത്ത് മടങ്ങുകയാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന തിരുവാഭരണ പേടകത്തിൽ ഉള്ള വീരയോദ്ധാവായിട്ടുള്ള കൊമ്പമീശയുള്ള ഭഗവാന്റെ തിടമ്പാണ് ഈ എഴുന്നള്ളത്തിൽ എഴുന്നള്ളിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മലകളെ പ്രതിദാനം ചെയ്യുന്ന കൊടികളും ഈ എഴുന്നള്ളത്തിൽ അകമ്പടി സെവിക്കും. അങ്ങനെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള സമയത്ത് കളമെഴുത്തും പാട്ടിന് ശേഷം എല്ലാ ദിവസവും എഴുന്നള്ളത്ത് 18-ാം പടിയിലേക്ക് നടക്കുകയും റാന്നി പെരുന്നാടുള്ള പരമ്പരാഗത ഈ നായാട്ട് വിളി നടത്തുന്നതിന് പരമ്പര അവകാശം ലഭിച്ചിരിക്കുന്ന കുടുംബം നായാട്ട് വിളി നടത്തുകയും ചെയ്യുന്നു. 5-ാമത്തെ ദിവസമാണ് ശരംകുത്തിയിലേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നത്. ഈ ശബരിമല ഉൾക്കാടുകളിലേക്ക് പോയിരിക്കുന്ന മലദൈവങ്ങളെ ഭഗവാൻ മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം തിരികെ വിളിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കുകയും ശരംകുത്തിയിൽ നിന്നും തിരികെ മടങ്ങുമ്പോൾ ഭഗവാനോടൊപ്പം എഴുന്നള്ളത്തിൽ മലദൈവങ്ങളും മറ്റും ഒപ്പം ചേരും എന്നുള്ള വിശ്വാസത്തിൽ വാദ്യമേളകളുടെ അകമ്പടി ഒന്നും കൂടാതെയാണ് 5-ാമത്തെ ദിവസം ശരംകുത്തിയിൽ നിന്ന് എഴുന്നള്ളത്ത് തിരികെ മണിമണ്ഡപത്തിലേക്ക് തിരികെ എത്തുന്നത്. നായാട്ടുവിളി പ്രധാനപ്പെട്ട ചടങ്ങാണ്. നായാട്ടുവിളി 5 ദിവസങ്ങളിലും ആയി നടക്കുന്നു. 4 ദിവസം 18-ാം പടിക്ക് താഴെയും 5-ാമത്തെ ദിവസം ശരംകുത്തിയിലുമായി നായാട്ടുവിളിയും നടക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ, മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. ഉത്തരായനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ല നാളുകളുടെ തുടക്കമാണ്. ഈ നല്ല നാളുകൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈ ദിവസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളും തിരക്കിൽ മാറ്റമൊന്നുമില്ല എന്നുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ സന്നിധാനത്ത് നിന്നും കാണുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രക്ഷോഭിനൊപ്പം മിഥുൻ മുരളി.